അപ്പൊ കുണ്ടിക്കാ ചേച്ചി കുണ്ടിയിലിട്ട് തരുമോ? അപ്പേ എന്നിട്ട് ഇത് ചിരിക്കണം ഒരു മൂല കയറിയിരുന്ന്. യാ വല്ലാത്ത രസമായിപ്പോയി. എന്തരടി നീയൊക്കെ സ്കൂളിൽ പോയി പഠിച്ചിരിക്കണം. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. മൂലയ്ക്ക് കയറി ഇരുന്നും കൊണ്ട് ഒരാളൊരു ദൈവത്തെ പോലെയാണ് കാണുന്നത്. ഒരാളുടെ തൊഴിലിന് അവരുടെ അന്നമാണ്, അവരുടെ അരിയാണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. തല്ല് കിട്ടാഞ്ഞിട്ടുള്ള സോക്കേടാ. ദൈവത്തെ പോലെ കണ്ട് ബഹുമാനിക്കണ ഒരു തൊഴിലിനെ വിളിച്ച് അപമാനിച്ചിട്ട് മൂലക്കെഴുന്ന് കിണിച്ച് തോലിച്ച് മറിക്കണം. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. നിന്റെ മൂലം മാത്രം ചമപ്പിച്ചാൽ മതി, അതോ വേറെ വല്ലതും ചമപ്പിക്കണമെന്ന് തിരിച്ച് ചോദിക്കായിരുന്നത് ആ സ്ത്രീയുടെ സംസ്കാരം. പരമനാറി പട്ടി കഴിവേറടാ മോളെ എന്ന് അവന്റെ മുഖത്ത് നോക്കി ഒരു ആർട്ട് വെച്ച് കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ. അല്ല, ഇതൊക്കെ ഇപ്പോഴത്തെ പുതിയ തൊഴിലുകളാണ് മക്കളെ. ഇതൊക്കെയാണ് സ്കൂളിൽ പഠിച്ചിറങ്ങണ, കോളേജിൽ പഠിച്ചിറങ്ങണ പിള്ളേരൊക്കെ ഈ തൊഴിലൊക്കെ ചെയ്തുകളാണ് ജീവിക്കണത്. നിനക്കൊക്കെ രണ്ട് പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കുറ മലമങ്കി. പച്ച മലയാളത്തിലല്ലേ വിളിച്ചിട്ട് കുണ്ടിയിലും മഹന്തി ഇട്ട് തരുവെന്ന്. കെട്ടാൻ പോണ ചെറുക്കന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി മറ്റടുത്ത് മൈലാഞ്ചി ഇട്ട് കൊടുക്കുവെന്ന്. എന്നിട്ട് അങ്ങ് ആർത്തുല്ലസിച്ച് രസിച്ച് ചിരിക്കുകയാണ്. ഫലിതം സ്വയം രസിക്കാനുള്ളതല്ല, മറ്റുള്ളവരെ രസിപ്പിക്കാനുള്ളതാ. ശരിയാ. അപ്പോൾ നാട്ടുകാരെ രസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി തിരിക്കരുത് പെൺപിള്ളേരെ. സംസ്കാരമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട്, മര്യാദയുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അവര് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. എന്റെ കയ്യിൽ അവന് കിട്ടി. സംസാരിക്കാൻ അറിയാവണ പെണ്ണുങ്ങളുടെ അടുത്ത് വല്ല ഇത് ചോദിച്ചിരുന്നെങ്കിൽ നിനക്കൊക്കെ എവിടൊക്കെ ചമപ്പിക്കണമെന്ന് ചോദിച്ചേനെ, എവിടൊക്കെ ചമപ്പിച്ച് തരാന്ന് അങ്ങ് എടുത്തെടുത്ത് പറഞ്ഞേനെ. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഇതിനൊക്കെ എതിരെ കേസ് തന്നെ ആക്കണം. ഇത് ആരും ഒന്നും പ്രതികരിക്കാത്തതുകൊണ്ടാണ് കയറി മനുഷ്യന്റെ ഉച്ചി കയറിക്കിടന്ന് കഥക്ക് കളിക്കുന്നത്. എടി പെമ്പിള്ളേരായ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. അതെങ്ങനെയാ? നീ ആണാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് എന്ത് വിചാരത്തിലാണ്, എന്തൊരു ധൈര്യത്തിലാണ് എങ്ങനെയൊക്കെ എടുത്തിടണത്. ഇതുങ്ങളെല്ലാം പോറ്റുന്നതിന് പകരം 4 വാഴ നട്ടെങ്കിൽ അതെങ്കിലും കുടുംബത്തിന് നേട്ടമുണ്ടായിരുന്നേനെ. ഇവരുടെ ഒന്നും വീട്ടുകാർ കണ്ട പ്രശ്നമില്ലേ, നാട്ടിലിറങ്ങി അവർക്കൊന്നും പ്രശ്നമില്ലേ. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ?